ആഫ്രിക്ക ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ പറയാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു സർവീസ് സെക്ടർ ബിസിനസിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഒരു നല്ല ബിസിനസ്സാണ്. ഇന്ത്യയിലും നല്ല ബിസിനസ്സാണ്, അതുപോലെ തന്നെ ആഫ്രിക്കയിലും ഇത് വളർന്നു വരുന്ന ഒരു ബിസിനസ്സാണ്. ആഫ്രിക്കയിൽ നമുക്ക് നിസാരമായിട്ട് ചെയ്യാവുന്ന ചില എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഹോട്ടലുകളിലും അവരുടെ ഫ്രണ്ട് ഡെസ്കുകളിലും അല്ലെങ്കിൽ ഹൗസ് കീപ്പിങ്ങിൻ്റെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് മറ്റ് സൈഡുകളിലുള്ള അത്ര സങ്കീർണമല്ലാത്ത കോഴ്സുകൾ നമുക്ക് അവിടെ ചെയ്യാം. അതായത് ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ്, എങ്ങനെ ബെഡ് അറേഞ്ച് ചെയ്യണം, എങ്ങനെ ക്ലീനിങ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഷോർട്ട് ടൈം കോഴ്സസ് ചെയ്യുകയാണെങ്കിൽ, കാരണം പലപ്പോഴും അവിടെ ഉള്ളവർക്ക് വളരെ നിസ്സാര ശമ്പളത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക്, ഒരു ബെറ്റർ രാജ്യത്തേക്കൊക്കെ പോയി സെറ്റിലാകാനും അവിടെ ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനും ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു അവസരം ഇതിൽ ഉണ്ട് എഡ്യൂക്കേഷൻ്റെ. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം ഒരു പ്രോജക്റ്റ് വയ്ക്കാം, ഞങ്ങൾക്ക് സ്ഥലവും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കിത്താ, ഞങ്ങൾ സ്റ്റുഡൻസിനെ സൗജന്യമായി പഠിപ്പിക്കാം. അപ്പോൾ ചോദിക്കും, സൗജന്യമായി പഠിപ്പിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വരുമാനം? ഈ സൗജന്യമായി അവിടെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് സ്പോൺസേഴ്സിനെ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന്, നിങ്ങളൊരു ട്രസ്റ്റായോ NGO ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് കൺട്രി, മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അവിടുത്തെ തന്നെ പ്രമുഖരിൽ നിന്നോ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പുകൾ സ്വീകരിക്കാം. നിങ്ങളൊരു സ്പോൺസർ, ഒരു കുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് ഞങ്ങളുടെ ചിലവ് ഇത്രയാണ്, അത് നിങ്ങൾ സ്പോൺസർ ചെയ്യാമോ? ആഫ്രിക്കയിലെ സ്റ്റുഡൻസിന് വേണ്ടിയാണ്, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന സ്പോൺസർഷിപ്പ് പിടിക്കുക. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള, നിങ്ങൾ ചെയ്യുന്ന അതിനുള്ള ഇൻകം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇത് തീർച്ചയായിട്ടും ഒരു ലൈഫ് ചേഞ്ചിങ് എന്നുള്ള ഇതിൽ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയും, ആ പുണ്യപ്രവൃത്തിയോടൊപ്പം തന്നെ ഇതൊരു ബിസിനസ്സുമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ്റെ കേസിലുള്ളത്. If you want to change your life, change now. Life never be the same again.